അതായത് ഇപ്പോൾ നിലവിൽ ഇവിടെ ഉള്ളത് ബീച്ച്, വെള്ളിമാടുകുന്ന്, മീഞ്ചന്ത ഫയർ സ്റ്റേഷനുകളിൽ നിന്നുള്ള യൂണിറ്റുകളാണ്. അവിടെ നിന്നുള്ള കാണുന്ന ആളുടെ കടയാണോ കത്തി നശിച്ചത്? അതെ, അദ്ദേഹത്തിൻ്റെ കടയിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. എന്താണ് സംഭവിച്ചതെന്നടക്കം നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതിൽ പ്രതികരിക്കാൻ കഴിയുന്നൊരു മാനസികാവസ്ഥയിലല്ല എന്നുള്ളതാണ്. അത്തരം ഒരു മാനസികാവസ്ഥയിലല്ല അവരുള്ളത്. കടയുടെ ഏറെക്കുറെ തന്നെ പൂർണ്ണമായി കത്തി നശിച്ച ഒരവസ്ഥയിലാണ്. ഇപ്പോൾ അതിനകത്ത് ആളി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് നിന്ന് വെള്ളം മുകളിലേക്ക് അണഞ്ഞു അങ്ങോട്ടേക്ക് കയറി ഓടിപ്പോകാൻ നോക്കുന്നതും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ പിടിച്ചു മാറ്റുമെന്ന് നമ്മൾ കാണുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതോപാധിയായിരിക്കും, അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരായിരിക്കും. അതാണ് കത്തി നശിച്ചു പോകുന്നത്. അതിൻ്റെ വളരെ വൈകാരികമായിട്ടുള്ള കാഴ്ച കൂടിയാണത്. പറഞ്ഞോളൂ. അക്ഷയ അത് തന്നെയാണ്. കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൻ്റെ ഉടമകളാണ്. ഈ തീ കുറച്ച് നിയന്ത്രണ വിധേയമായ സമയത്ത് അഗ്നിരക്ഷാസേനയുടെ കുറച്ച് ഉദ്യോഗസ്ഥർ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഓക്സിജൻ മാസ്കൊക്കെ വെച്ചുകൊണ്ടാണ് അവർ തീ അണയ്ക്കുന്നതിന് വേണ്ടി മുകളിലേക്ക് പോയിട്ടുള്ളത്. ഒപ്പം തന്നെ കുറച്ച് ആളുകൾ കൂടി അകത്തേക്ക് കയറാൻ ശ്രമിച്ചതാണ് പോലീസ് തടയുന്നത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത് മുകളിലേക്ക് പോകുന്നത് അപകടം ക്ഷണിച്ചു വരുന്നതാണ്, പോകാൻ പാടില്ല എന്ന നിർദ്ദേശം അവർ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ഉടമകളോട് നമ്മൾ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ചോദിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ പ്രതികരിച്ചില്ല. അത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥയിലല്ല അവർ ഉള്ളത് എന്നുള്ളത് കൂടിയാണ്. ഏതായാലും തീ നിയന്ത്രണ വിധേയമാക്കാൻ പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ്. ഈ കെട്ടിടത്തിൽ പല സ്ഥലത്തെയും പുറത്തു നിന്നാണ് ഫയർഫോഴ്സ് മുകളിലേക്ക് വെള്ളം ചീറ്റുന്നത്. അത് എത്തിച്ചേരാത്ത സ്ഥലത്ത് തീ കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ബാക്കി സ്ഥലങ്ങളിൽ പുകഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. തുണി, അതുപോലെ ഒരു മെഡിക്കൽ ഷോപ്പിൻ്റെ കാര്യവും പറയുന്നുണ്ട്. മെഡിക്കൽ ഷോപ്പ്, അവിടെയുള്ള സാധനങ്ങൾക്കൊക്കെ തീ പിടിച്ചതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അത് കത്തി പടരുകയാണ് ഉണ്ടായത്. നിലവിൽ 4 യൂണിറ്റ് ഫയർ എഞ്ചിനുകൾ ഒപ്പം വെള്ളം